Kinemaster use ചെയ്തുകൊണ്ട് ടെസ്റ്റ് റിവീലിംഗ് എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ ഗൈസ്. ഫസ്റ്റ് 16:9 ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്യണം. ഞാൻ ഇവിടെ പിക്സാബേ എന്ന് പറയുന്നൊരു റോയൽ ഫ്രീ വീഡിയോസൊക്കെ ലഭിക്കുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ശേഷം ഇതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് നമ്മളിവിടെ കൊടുക്കണം. അതിനുശേഷം ആ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റി കൊടുക്കാനും ഔട്ട്ലൈൻ, ഗ്ലോ എഫക്റ്റ്, അങ്ങനെ എന്തെങ്കിലും എഫക്റ്റ് വേണമെങ്കിൽ അതും ഷാഡോ എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് നിങ്ങൾ ടെസ്റ്റ് റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഹാൻഡ് റൈറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഗ്രീൻ കളർ കൊടുത്തിട്ട് ഇതുപോലെ അതൊന്ന് ഹൈഡ് ചെയ്യുക. ആ ഒരു ടെസ്റ്റ് ഫുള്ള് ഹൈഡാവുന്ന ഒരു വിധത്തിൽ ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം ഹാൻഡ് റൈറ്റിംഗ് ചെയ്ത് അതൊന്ന് ഒപ്പോസിറ്റ് കുറച്ച് വയ്ക്കുക. എന്ന് പറയുമ്പോൾ ആ ഒരു ടെസ്റ്റ് കാണാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ഒപ്പോസിറ്റ് കുറച്ച് വയ്ക്കുന്നത്. ശേഷം ഇങ്ങനെ വീണ്ടും എൻലാർജ് ചെയ്തതിന് ശേഷം കീ ഫ്രെയിം കൊടുക്കാനുണ്ട് നമുക്ക്. ഫസ്റ്റ് നമ്മളിവിടെ ആ ടെസ്റ്റിൻ്റെ ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ടുവയ്ക്കുക. ഹാൻഡ് റൈറ്റിംഗ് ആ ടെസ്റ്റ് എഫക്റ്റിന് കുറച്ച് മുമ്പ് വേണം വയ്ക്കാൻ, കാരണം ആദ്യം ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് ഹാൻഡ് റൈറ്റിംഗ് ടൂളിൽ നമ്മൾ കീ ഫ്രെയിം ചെയ്യേണ്ടത്. അപ്പോൾ ഈ കീ ഫ്രെയിമിൻ്റെ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് മാറുന്നതിനനുസരിച്ച് ഈ ഒരു ടെക്സ്റ്റ് റിവീൽ ആവുന്ന ഒരു ഔട്ടായിരിക്കും നമുക്കതിൽ കിട്ടുന്നത്. അപ്പോൾ കീ ഫ്രെയിം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ചെയ്യുന്നത്, ഞാൻ മോർണിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ബേർഡ് സിംഗിങ്ങിൻ്റെ ഒരു BGM ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം എൻ്റെ സൗണ്ട് കുറച്ചിട്ടു. ഓക്കെ, ദെൻ ഇത് ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് വെച്ചിരുന്നത് ഹൈ ആക്കി കൊടുക്കുക. ശേഷം ഞാൻ അവിടെ സേവ് ചെയ്യുക. എത്ര ചെയ്താൽ മതി. അപ്പോഴേക്കും ഒരു സേവ് ചെയ്ത ഫയൽ അവിടെ കിടക്കും. അതിനുശേഷം വീണ്ടും ആ ഒരു ഫയൽ എടുത്തിട്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്, മ്യൂസിക്, ടെസ്റ്റ് എഫക്റ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത ആ ഒരു വീഡിയോ മീഡിയയിൽ പോയി ലെയറായിട്ട് നമുക്ക് സെലക്ട് ചെയ്തിടണം. ലെയറായിട്ട് ഇടുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ വീഡിയോയുടെ സെയിം ലെങ്തിന് തന്നെ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ കിട്ടും. പിന്നെ ഈ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കി ഇടുക. അതിനുശേഷം ക്രോമാക്കി എനേബിൾ ചെയ്യുക. ഇത്ര ചെയ്യുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിരിക്കും. അതുപോലെ ക്രോമാക്കി എനേബിൾ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഇതുപോലെ മോർണിംഗ് വൈബ് എന്ന റിവീലായി കാണിക്കുന്നത് പോലെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഫൈനൽ വീഡിയോ ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരു ബൈ ഫ്രണ്ട്സ്.